ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. എന്താണ് നിങ്ങൾക്കിന്ന് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങൾ എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് 3 ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. നിങ്ങൾ എന്തോ ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നു എന്നാണ് കാണുന്നത്. ഫ്യൂച്ചറിലേക്കുള്ളൊരു പ്ലാനിങ് നിങ്ങൾ നടത്തുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ മറ്റെവിടേക്കെങ്കിലും പോകാനായിട്ട് ഒരു പ്ലാനിങ് നടത്തുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ ഏതെങ്കിലും എക്സാമൊക്കെ എഴുതിയിട്ട് ഒരു റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവാം. അതായത് അത് ഒരു ലോങ് ടൈം ആയിട്ടുള്ളൊരു പ്ലാനിങ് ആണ്. കുറച്ച് വർഷത്തേക്ക് വേണ്ടിയുള്ള ഒരു പ്ലാനിങ് നിങ്ങൾ ചെയ്യുന്നു എന്നാണ്. അത് ചിലപ്പോൾ ഒരു വീട് വെക്കുന്ന കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യമായിരിക്കാം. അപ്പോൾ ലോങ് ടൈം ആയിട്ടൊരു കാര്യം നിങ്ങൾ പ്ലാൻ ചെയ്യുന്നു എന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ കിങ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സൗഹൃദം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരാൾ നിങ്ങളെ സഹായിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പിന്നെ മറ്റുള്ളവർ നിങ്ങളെ ആദരിക്കാനും അതുപോലെ നിങ്ങളോട് ചില കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കാനും മറ്റുള്ളവരുടെ ജീവിതത്തിലെ രഹസ്യങ്ങൾ ചിലപ്പോൾ നിങ്ങളോട് പറയാനും ഒക്കെ സാധ്യതയുണ്ട്. നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളാമെന്ന് മറ്റുള്ളവർക്കൊരു തോന്നൽ ഈ സമയം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ഒരു സുഹൃത്ത് ചിലപ്പോൾ നിങ്ങളോട് മാത്രമായിട്ട് ചില കാര്യങ്ങൾ ഷെയർ ചെയ്യുമായിരിക്കാം. ചില ആൾക്കാർ എക്സ്പ്രസ് ചെയ്യാതിരുന്ന സ്നേഹം ഈ ഒരു സമയം നിങ്ങളോട് പറയുമായിരിക്കാം. അപ്പോൾ അത്തരത്തിലൊരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ 6 ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ എന്ത് കാര്യമാണോ ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങൾക്കതിനനുസരിച്ചുള്ള ഫലം കിട്ടാൻ സമയമായിട്ടുണ്ട് എന്നുള്ളതാണ്. അത് റിലേഷൻഷിപ്പിലാകാം, അല്ലെങ്കിൽ കരിയറിലാകട്ടെ, ഈവൻ ഫിനാൻസിലാകട്ടെ. അപ്പോൾ ഏത് മേഖലയിലാണെങ്കിലും നിങ്ങൾ ചെയ്തതിനുള്ള ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആരെയെങ്കിലുമൊക്കെ നന്നായിട്ട് സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയം ആരെങ്കിലുമൊക്കെ ഒരു സഹായവുമായി നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നുള്ളതാണ്. നിങ്ങൾക്ക് അത്തരത്തിലൊരു സഹായം ലഭിക്കാനുള്ളൊരു സാഹചര്യം കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു സഹായം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നാണ് കാണുന്നത്. ചിലപ്പോൾ പൈസയ്ക്ക് ബുദ്ധിമുട്ടിയിരിക്കുന്ന ആളുകൾക്ക് അത്തരത്തിലായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഗൈഡൻസ് വേണ്ടിയ ആളുകൾക്ക് അത്തരത്തിലായിരിക്കാം. പിന്നെ നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് പോയി അവിടെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു വ്യക്തിയുടെ സഹായം ഈ സമയം നിങ്ങൾക്ക് കിട്ടാം. അല്ലെങ്കിൽ ഏത് വഴിയാണോ നിങ്ങൾക്കൊരു സഹായം വേണ്ടിയത് അത്തരത്തിലൊരു സഹായം ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടുമെന്നാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്കൊരു ഏഞ്ചൽസിൻ്റെ പ്രസൻസ് നിങ്ങൾക്കുണ്ടാകുന്നു എന്നുള്ളതാണ്.
നിങ്ങൾ ഏറ്റവും വിശ്വസിക്കുന്ന ആ ഒരു ദൈവത്തിൻ്റെ പ്രസൻസ് നിങ്ങൾക്ക് തോന്നാം. കാരണം ഒരു ഡിവൈനിൽ നിന്ന് ഗൈഡൻസ് വേണമെന്നൊക്കെ ആഗ്രഹിച്ചവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയും നാളും നിങ്ങൾക്കതൊന്നും കിട്ടിയിട്ടില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾക്കൊരു ഗൈഡൻസ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾക്കൊരു ഡിവൈൻ പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഇവിടെ 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത കാര്യങ്ങൾക്ക് ഒരു റിസൾട്ട് വരുന്നു എന്നുള്ളതാണ്. എന്തിനാണോ നിങ്ങൾ കൂടുതൽ എഫേർട്ട് എടുത്തത് ആ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് ഫലം കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ബിസിനസ് ചെയ്തിരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിൽ നിന്ന് ഒരുപാട് ലാഭം ഈ ഒരു സമയം കിട്ടുമായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ കിട്ടി തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. അതുപോലെ വർക്ക് പ്ലേസിലൊക്കെ കുറച്ച് കൂടുതലായിട്ട് നിങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് ഈ ഒരു സമയം പൈസ കിട്ടുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. നിങ്ങളെടുത്ത എഫേർട്ടിന് പൈസ നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ ഒരു സമ്പാദ്യമൊക്കെ ഉണ്ടാകുന്നു എന്നാണ്. നിങ്ങൾ സേവ് ചെയ്തിരുന്ന പൈസ ഉപയോഗിച്ച് നിങ്ങൾക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങുന്ന ഒരു എനർജിയും ഇതിലുണ്ട്. അപ്പോൾ നിങ്ങൾ സെക്യൂർഡാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പൈസ നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളൊരു ചിന്ത ഈ ഒരു സമയം നിങ്ങൾക്ക് ഉണ്ടെന്നാണ് കാണുന്നത്. അപ്പോൾ കുറേ പൈസ കയ്യിലുള്ള ആളുകളുടെ ഒരു എനർജി ഇതിൽ വന്നിട്ടുണ്ട്. അതുപോലെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് പൈസ നിങ്ങളിലേക്ക് വരുന്നുവെന്ന് കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഫിനാൻഷ്യലി നിങ്ങൾ വളരെയധികം ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ 6 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ചൈൽഡ്ഹുഡ് മെമ്മറിയൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. നിങ്ങളുടെ കൂടെ പഠിച്ച, അതായത് കുഞ്ഞിലെ നിങ്ങളുടെ കൂടെ പഠിച്ച ആൾക്കാരുമായിട്ട് ഒരു റീയൂണിയൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സുഹൃത്തുക്കളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തേക്ക്, നിങ്ങൾ താമസിച്ചിരുന്ന ആ ഒരു സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ ആ സ്കൂളിലേക്ക്, അല്ലെങ്കിൽ ആ കോളേജിലേക്ക് ഒക്കെ ഏതെങ്കിലും ആവശ്യത്തിനൊക്കെ നിങ്ങൾ പോകുന്ന ഒരു എനർജി ഇതിലുണ്ട്. അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾ ജോലി ചെയ്തിരുന്ന ആ ഒരു ഓഫീസിലേക്ക് നിങ്ങൾ പോകുന്നതായിരിക്കാം. അതുമല്ലെങ്കിൽ നിങ്ങൾ താമസിച്ചിരുന്നതോ അല്ലെങ്കിൽ വർക്ക് ചെയ്തിരുന്നതോ ആയ ആ ഒരു സ്ഥലത്തിലൂടെ നിങ്ങൾ യാത്ര ചെയ്ത് ഒന്ന് പാസ് ചെയ്ത് പോകുന്നതായിരിക്കാം. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരു മെമ്മറീസ്, പാസ്റ്റിലെ മെമ്മറി നിങ്ങൾക്ക് വരുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഇന്നർ ചൈൽഡുമായിട്ട് ഒന്ന് കണക്റ്റഡ് ആകുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇന്നർ ചൈൽഡിന് എന്താണോ ആഗ്രഹം, കാരണം കുഞ്ഞിലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാകാം. ചിലപ്പോൾ ആ ആഗ്രഹങ്ങളൊന്നും ചിലപ്പോൾ നടക്കാത്ത ആളുകളുണ്ടാവാം. പാസ്റ്റിൽ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചത് എന്തും കിട്ടാതിരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജി ഇതിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ അത് ഒന്ന് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. ഈ ഒരു സമയത്തും നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളെ ഒന്ന് സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇന്നർ ചൈൽഡ് ഓൾറെഡി സന്തോഷിച്ചോളും, അത് ഹീലായിക്കോളും. അപ്പോൾ ഇതിൽ ഇന്നർ ചൈൽഡ് ഹീലിംഗ് വേണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൽ നിങ്ങളുടെ പാസ്റ്റിൽ നിന്നും ഒരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്ന ഒരു എനർജിയുമുണ്ട്. അത് ചിലപ്പോൾ പാസ്റ്റ് ലൈഫിൽ നിന്നുള്ള ഒരു ആളായിരിക്കാം. നിങ്ങളെ വിട്ടിട്ട് പോയൊരു വ്യക്തി ഈ സമയത്ത് ഒരു റൊമാൻറ്റിക് പ്രപ്പോസലുമായിട്ട് തിരിച്ചു വരുന്നു എന്നും ഇതിൽ കാണുന്നുണ്ട്. പിന്നെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി ഉണ്ട്. നിങ്ങളൊരു ആക്ഷൻ എടുക്കുന്നതിന് മുന്നോടിയായിട്ട് ഒരു പ്ലാനിങ്ങിലാണെന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ പ്ലാനിങ് ആണ്. അതിന് ആക്ഷൻ എടുക്കുന്നതിന് മുന്നേ ഒരു പ്ലാനിങ് ആണ്. എന്ത് ചെയ്യണമെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്കറിയാം. ശരിക്കും പ്ലാൻ നല്ലതായാൽ മാത്രമേ നിങ്ങൾ ചെയ്യുന്ന കാര്യം സക്സസ് ആവുകയുള്ളൂ. അതുപോലെ നിങ്ങൾ എന്തോ ഒരു കാര്യം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നു എന്നാണ്. ചെയ്യാനുള്ള കാര്യം
ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നോക്കുന്നു എന്ന് കാണുന്നുണ്ട്. പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ടൈമിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് ചാടിക്കേറി ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ ഈ ഒരു സമയം വളരെ കൂർമ്മ ബുദ്ധിയോടെ ആലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ അത് നിങ്ങളുടെ ഓഫീസിലെ ഏതെങ്കിലും ഒരു കാര്യമായിരിക്കാം. നിങ്ങൾ ഒരു കാര്യം പ്രസൻറ്റ് ചെയ്യാനായിട്ട് അനുകൂലമായൊരു സമയത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട്. ശരിക്കും നിങ്ങളുടെ ഒരു ഗാർഡിയൻ ഏഞ്ചൽ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ അത് ഒന്നുകിൽ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് ആരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഏഞ്ചൽസ് ആയിരിക്കാം. അപ്പോൾ നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളും അവർ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലൊരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ജഡ്ജ്മെൻ്റാണ് വന്നിട്ടുള്ളത്. ചില ആൾക്കാർക്ക് നിങ്ങളുടെ പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കേസൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായി വിധിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ ചില ആൾക്കാർക്ക് എന്തെങ്കിലും ഫാമിലി കോർട്ടിലോ മറ്റോ എന്തെങ്കിലും ഇഷ്യൂസ് സംബന്ധമായിട്ട് ഏതെങ്കിലും കേസ് ഉണ്ടെങ്കിൽ അതിലും നിങ്ങൾക്ക് അനുകൂലമായ ഒരു വിധി വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ കുറേ പ്രശ്നങ്ങളിൽ നിന്നുമൊക്കെ മാറിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ആത്മവിശ്വാസവും ഒരു ശുഭാപ്തി വിശ്വാസത്തോടെയൊക്കെയുള്ളൊരു യാത്രയാണ് ഇനി മുന്നോട്ടുള്ളത്. ഇതിൽ വിക്ടറിയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിച്ച കാര്യം നിങ്ങളിലേക്ക് അനുകൂലമായി വരുന്നു എന്നുള്ളതാണ്. നിങ്ങളിലെ സത്യം തെളിഞ്ഞു വരുന്ന ഒരു സമയമാണ്. നമ്മുടെ കർമ്മഫലമെന്ന് പറയാൻ പറ്റും. അപ്പോൾ കാത്തിരിപ്പിനൊടുവിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം അത്തരത്തിലൊരു സക്സസ് നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. പിന്നെ 7 ഓഫ് വാൻസിൻ്റെ ഒരു എനർജി ഉണ്ട്. ഒരു പ്രകാശം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നാണ്. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ജീവിതത്തിൽ വളരെ വലിയ സന്തോഷങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. അതുമാത്രമല്ല, മറ്റുള്ളവർ എത്ര എതിർത്താലും നിങ്ങൾ നിങ്ങളുടെ ആ ഒരു അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുമെന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് വളരെ കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ളതാണ്. മറ്റുള്ളവർ എതിർത്താലും നിങ്ങളാണ് ശരി എന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ശരിയാണെന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് എതിർപ്പുകൾ വന്നാലും നിങ്ങളതൊന്നും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ ഏസ് ഓഫ് സോർട്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയ ഐഡിയാസ് നിങ്ങളിലേക്ക് വരുമെന്നുള്ളതാണ്. മാത്രമല്ല, നിങ്ങൾ തടസ്സങ്ങളെയൊക്കെ മറികടന്ന് പുറത്തേക്ക് പോകാനുള്ളൊരു എനർജി നിങ്ങൾക്ക് ഉണ്ടെന്ന് കാണുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഊർജം നിങ്ങളിലേക്ക് എത്തുന്ന സമയമാണിത്. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു നെഗറ്റിവിറ്റിയൊക്കെ മാറ്റാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ്. വളരെ ആക്റ്റീവായിട്ട് ഇരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. മാത്രമല്ല, വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുപോലെ നിങ്ങൾ ചിന്തിക്കുന്നത് മാത്രമല്ല, നിങ്ങളുടെ തടസ്സങ്ങൾ മാറ്റാൻ എന്തൊക്കെ ചെയ്യണമെന്ന് ചിന്തിച്ച് അതിൽ നിന്ന് പുറത്ത് കടക്കാനും നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. ശരിക്കും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പല കാര്യങ്ങളിലും നിങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു സമയമാണിത്. വളരെ ആലോചിച്ച് പല കാര്യങ്ങളും ചെയ്യുമെന്നാണ് കാണുന്നത്. അപ്പോൾ എന്തു തന്നെയായാലും നിങ്ങളുടെ മുന്നിലുള്ള തടസ്സങ്ങളെയൊക്കെ മാറ്റിക്കളയാനുള്ളൊരു ധൈര്യം ഈ ഒരു സമയം നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഹൈ പ്രീസ്റ്റസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. ശരിക്കും ഇൻഡ്യൂഷൻ വർക്ക് ചെയ്ത് തുടങ്ങുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഇൻഡ്യൂഷനിൽ വിശ്വസിക്കുക, അത് ശരിക്കും തോന്നലുകളാക്കി മാറ്റിക്കളയാതിരിക്കുക. നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ സൈക്കിക്കായിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ശരിക്കും സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാർ, അവർക്ക് ഇൻഡ്യൂഷൻസ് വരാം. അതായത് നിങ്ങളുടെ ഫ്യൂച്ചറിൽ ചെയ്യരുതാത്ത കാര്യവും അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന കാര്യവും പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നൊരു കാര്യമാണ്. അതൊക്കെ നിങ്ങൾ ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ചിന്തിച്ച് അതിനെ വിട്ട് കളയാതിരിക്കുക എന്നുള്ളതാണ്. ഒരു മോശം കാര്യമാണ് നിങ്ങൾക്ക് ഇൻഡ്യൂഷനായിട്ട് തോന്നുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യം
എപ്പോഴും മനസ്സിൽ വിചാരിച്ച് അതിൽ ചെന്ന് ചാടാതിരിക്കാൻ ശ്രമിക്കുക. അതായത് ഇത് ഇങ്ങനെ പോയാൽ ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാകുമെന്ന് ദൈവമായിട്ട് കാണിച്ചു തന്നതാണ് എന്ന് മനസ്സിലാക്കി ആ ഒരു കാര്യത്തെപ്പറ്റി നിങ്ങൾ ചിന്തിക്കാതിരിക്കുക. ആ ഭാഗത്തേക്ക് നിങ്ങൾ പോകാതിരിക്കുക. പിന്നെ ഈ ഒരു സമയം കുറച്ച് ക്ഷമ വേണ്ടിയൊരു സമയം കൂടിയാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ വളരെ ക്ഷമയോടെ വളരെ കാമായിട്ട് മനസ്സിനെ വയ്ക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ 4 ഓഫ് വാൻസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിലോ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന എന്തോ ഒരു കാര്യം വരുന്നുണ്ട് എന്നുള്ളതാണ്. അതൊരു വിവാഹമാകാം, അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ പാർട്ടി ആകാം, അല്ലെങ്കിൽ ഇപ്പം ഓണത്തിൻ്റെ സമയമാണ്. അപ്പോൾ ഇവിടെ നിങ്ങളൊരു സെലിബ്രേഷനിൽ പങ്കെടുത്ത് എൻജോയ് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയോടൊപ്പം വളരെ സന്തോഷത്തിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്തിരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഫാമിലിയും ഒത്തൊരുമിച്ച് അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായിട്ട് നിങ്ങൾ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നതാവാം. അത്തരത്തിലൊരു നിങ്ങളൊരു സെലിബ്രേഷനിൽ പങ്കെടുക്കുന്ന ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.